ഹായ്, വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോന്നോട്ടെ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം. അതൊരു ക്ലേ കൊണ്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലേ എടുക്കുക, നന്നായി കുഴയ്ക്കുക. അതിനുശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങ് പരത്തുക. ഈവണായിട്ട് വേണം പരത്തണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഷേപ്പിൽ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഷേപ്പിലാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊരു ഫ്രെയിം വെക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് റെക്കോർഡായില്ല, സോറി. അപ്പോൾ ഈ ഫ്രെയിം വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്ത് ചുറ്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് വാട്ടർ അതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. വാട്ടർ ഒന്ന് അത് സ്മൂത്ത് ആവാനും അതിലുള്ള കുറച്ച് പാടുകളൊക്കെ പോകാനും സ്മൂത്ത് ആവാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചെയറാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയറിന് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ചെയറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ കഴിയുമ്പോഴും ഒന്ന് വാട്ടർ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ നന്നായി സ്റ്റിക്കായി ഇരിക്കുകയും ചെയ്യും, പിന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല സ്മൂത്തായിട്ട് മാറും. നന്നായിട്ട് വാട്ടർ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നന്നാവും. പിന്നെ ഒരു ടേബിളാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ടേബിളിന് നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ മേലത്തെ പാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ക്ലേ കൊണ്ടൊരു ബോൾ ഉണ്ടാക്കിയിട്ട് അത് വിരൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ സർക്കിളാവും. എന്നിട്ട് അത് ഹാഫാക്കിയതിന് ശേഷം നമ്മളത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വാട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ഫ്ലവറുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്ലവർ വേഴ്സ് ഞാൻ എൻ്റെ ഒരു ഇതിലെങ്ങനെയോ ഉണ്ടാക്കി. പിന്നെ പൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞ് ബോൾ ഉണ്ടാക്കി അത് അവിടെ അമർത്തി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെയുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നമുക്ക് കളർ ചെയ്യുമ്പോൾ അതൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ഒരു വിൻഡോ ആണ് ചെയ്യുന്നത്. വിൻഡോ ചെയ്യാനായിട്ട് ആദ്യം ഒരു വിൻഡോയുടെ പടം വരച്ചതിന് ശേഷം ഒരു കാർവിങ് ടൂൾ വെച്ചിട്ട് ഇത് കാർവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു ഫിനിഷിങ്ങിൽ ഒരു എത്തും. ഈ കാണുന്ന ഫിനിഷിങ്ങിൽ ഇത് എത്താനായിട്ട് ഞാൻ ഫ്രെയിം ഒന്ന് ഉണ്ടാക്കി വെച്ചായിരുന്നു. അവിടെ ഫ്രെയിം മാത്രം, ചുറ്റുള്ള ഫ്രെയിം മാത്രം അങ്ങനെ ചെയ്തു വെച്ചായിരുന്നു. ഉൾഭാഗമൊക്കെ ഇതുപോലെ കാർവ് ചെയ്തിട്ടാണ് കറക്റ്റാക്കിയത്. അതിനുശേഷം നമ്മളൊരു ബുക്ക് ഷെൽഫാണ് ഉണ്ടാക്കുന്നത്. ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് അത് ഏറ്റവും ഈസി സ്റ്റെപ്പാണിതിൽ. ഒരു റെക്റ്റാങ്കിൾ പീസാണ് വെറുതെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അത് വെച്ച് കൊടുത്തു. അതുപോലെ കുഞ്ഞു റെക്റ്റാങ്കിൾ പീസുകൾ ഉണ്ടാക്കിയിട്ട് ബുക്കായിട്ട് അവിടെ വെച്ചു. ഇവിടം വരെയുള്ള സ്റ്റെപ്സൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയുള്ള സ്റ്റെപ്സിനെന്നൊക്കെ പറഞ്ഞാൽ ഈസി സ്റ്റെപ്സാണ്. പക്ഷേ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് സമയമെടുക്കും. കാരണം കുറച്ച് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കണം. ഇതിന് നമ്മൾ ഇനി പെയിൻ്റ് അടിച്ചാൽ ഇപ്പം ഇനി ഒരു വൈറ്റ് കോട്ടിംഗ് ആണ് നമ്മൾ ഇനി ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വൈറ്റ് കോട്ടിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പെയിൻറ്റ് അതുമ്മയ്ക്ക് അടിക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യം വൈറ്റ് പെയിൻറ്റ് അടിച്ചു. ഞാനത് 2 കോട്ട് കൊടുത്തായിരുന്നു. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം പിന്നെയും കൊടുത്തായിരുന്നു. അതിനുശേഷം അത് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കളറ് നമ്മളിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. ഈ കളർ കൊടുക്കാൻ കാരണം കുറച്ച് ക്ലാസ്സി ലുക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കളർ കൊടുത്തത്. ഇത് 3 കോട്ട് ഞാൻ കൊടുത്തായിരുന്നു. കാരണം ഒരു കോട്ട് കൊടുത്താലൊന്നും നമുക്കതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ അത് കിട്ടില്ല. അപ്പോൾ 3 കോട്ട് അടിച്ചു കൊടുത്തായിരുന്നു. ഓരോ തവണ അടിച്ചിട്ടും അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത കോട്ട് അടിച്ചത്. അങ്ങനെ 3 തവണ ഇത് കൊടുത്തതിന് ശേഷം ഉള്ള ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ടേബിളിനും ചെയറിനും ഒക്കെ കളർ കൊടുക്കുന്നുണ്ട്. ടേബിളിനും ചെയറിനും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ഒരു ബ്രൗൺ പെയിൻ്റ് കൊണ്ടാണ്. പക്ഷേ ഇതിൽ കാണുമ്പോൾ ഒരു റെഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ബ്രൗണാണ് കൊടുത്തത്. അപ്പോൾ ഒരു ബ്രൗൺ പെയിൻ്റാണ് നമ്മൾ ടേബിളിനും ചെയറിനും ഒക്കെ കൊടുത്തത്. പിന്നെ നമ്മുടെ വിൻഡോയിൽ ഒരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് കൊടുത്തത്. പിന്നെ ഇത് ഓരോന്ന് കൊടുക്കുമ്പോഴും ഞാൻ ബുക്കിന് ഓരോ കളർ അപ്പം കൊടുത്തായിരുന്നു. കാരണം പിന്നെ അതിന് വേണ്ടി വേറെ കളർ തുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കളറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ ഫിനിഷിങ്ങിനായിട്ട് കുറച്ച് വാർണിഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ലുക്കിൽ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ആ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കി. പിന്നെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഫൈനൽ ഔട്ട്പുട്ടാണ് നമ്മളുടെ ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇങ്ങനെയുള്ള നല്ല ക്രാഫ്റ്റ് വീഡിയോകൾ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.